പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് മരണത്തെ തോൽപ്പിച്ച് ജീവന്റെ തീരത്തേക്ക് തിരികെ നടന്നതിനെ അനുസ്മരിക്കുന്ന ഈ പുണ്യദിനം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രവൃത്തിയോന്മുഖമായ പ്രത്യാശയാണ് ഉത്ഥാനമെന്ന്. അതായത് ഉത്ഥാനം നമുക്ക് വലിയൊരു പ്രത്യാശ പകർന്നു തരുന്നുണ്ട്. തകർന്നു പോകാത്തൊരു കഴുമരവും ഈ ഭൂമിയിൽ ശേഷിക്കുന്നില്ല. സുഖപ്പെടുത്താനാവാത്ത ഒരു രോഗവും ഈ ഭൂമിയിലില്ല. സന്തോഷത്തിന് വഴിമാറാത്ത ഒരു സങ്കടവും ഈ ഭൂമിയിൽ ശേഷിക്കുന്നില്ല. തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു മരണവും ഈ ഭൂമിയിലില്ല. ദൈവത്തിന് പരാജയപ്പെടുത്താനാവാത്ത ഒരു തിന്മയും ഈ ഭൂമിയിൽ ശേഷിക്കുന്നില്ല. വാസ്തവത്തിൽ ഉത്ഥാനം നമുക്ക് പകർന്നു തരുന്നത് അതിരുകളില്ലാത്ത ഈ പ്രത്യാശയുടെ സദ്വാർത്തയാണ്. ജീവിതത്തിൽ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് പുതിയ ആരംഭം കുറിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്ന പുണ്യദിനമാണ് ഈസ്റ്റർ എന്ന സത്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാം. പ്രവൃത്തിയോന്മുഖമായ പ്രത്യാശയിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ജീവിതത്തിൻ്റെ നാൾവഴികളിൽ തളർന്നു പോയവര് ഈ ഉത്ഥാന തിരുനാളില് പുതിയ പ്രതീക്ഷയോടെ, പുതിയ കാഴ്ചപ്പാടോടെ ജീവിതത്തെ നോക്കിക്കാണണം. കാരണം നിന്റെ ജീവിതത്തില് നാളിതുവരെയും കരുനീക്കിയ തിന്മയുടെ ശക്തികൾ അവരുടെ വിജയം ആഘോഷിക്കുന്നുണ്ടാകാം. അത് ദുഃഖവെള്ളിയാഴ്ച ചിരിച്ചത് സാത്താനാണ്. സാത്താന്റെ പക്ഷത്ത് നിന്ന് സർവരും ചിരിച്ചു എന്നത് സത്യമാണ്. ആ കൂട്ടത്തിൽ പീലാത്തോസും കയ്യാഫാസും അതുപോലെ പ്രധാനാചാര്യന്മാരും പടയാളികളും ഉണ്ടായിരുന്നു. പക്ഷേ അവർ മറന്നുപോയി. അവസാനത്തെ കരുനീക്കി വിജയം പ്രഘോഷിക്കുന്നത് ദൈവമാണ് എന്ന സത്യം മറന്നു പോകുമ്പോഴാണ് നാം നിരാശപ്പെട്ടു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവപിതാവ് അവസാനത്തെ വിജയക്കരു നീക്കിയത് ഉത്ഥാനത്തിൻ്റെ തിരുനാളിലാണ്. നമ്മുടെയും ജീവിതത്തിൽ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് നാം നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഇതാ ദൈവം അവസാനത്തെ വിജയത്തിൻ്റെ കരു നീക്കുന്നു. അത് പ്രത്യാശയുടെ സദ്വാർത്തയാണ്. അത് ഗ്രഹിക്കുവാൻ നമുക്ക് ഈ ഉത്ഥാന തിരുനാളിൽ തീരുമാനമെടുക്കാം. വീണ്ടും ഈ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ നമുക്ക് പകർന്നു തരുന്ന മറ്റൊരു വലിയ സദ്വാർത്തയുണ്ട്. അതായത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാ സാമ്രാജ്യ ശക്തികളെയും, സൂര്യൻ അസ്തമിക്കാത്ത റോമാ സാമ്രാജ്യത്തിൻ്റെ ശക്തി, വളരെ പ്രബലവും ശക്തവുമായ ഉരുക്കുമുഷ്ടിയോടെ ഭരണം നടത്തുന്ന യഹൂദ പൗരോഹിത്യ പ്രഭുത്വത്തിൻ്റെ അധികാരത്തെ കർത്താവ് വെല്ലുവിളിച്ചതും ചോദ്യം ചെയ്തതും പരാജയപ്പെടുത്തിയതും ആയുധബലം കൊണ്ടല്ല എന്നുള്ള സത്യം ഓർക്കുക. കാരണം അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക, തെറ്റിനെ തെറ്റുകൊണ്ട് നേരിടുക, അതിലൂടെ വിജയം വരിക്കാം എന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അത്തരം വിജയങ്ങൾ സിനിമയിലെ ഹീറോമാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. നിത്യജീവിതത്തില് ശാശ്വതമായ വിജയം എന്നത് അക്രമരഹിതമായ മാർഗത്തിലൂടെ, ക്ഷമയിലൂടെ, സഹനത്തിലൂടെയാണ് നാം നേടിയെടുക്കേണ്ടത് എന്ന സത്യം ഓർക്കുക. കാരണം ഉത്ഥാനം ചെയ്ത ഈശോ വന്നത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയല്ല. അവന്റെ കൈകളിലും കാലുകളിലും ആണിപ്പഴുതുകൾ ഉണ്ടായിരുന്നു. അവന്റെ വിലാപ്പുറത്ത് ആഴമേറിയ മുറിവുണ്ടായിരുന്നു. ഈ മുറിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് കാരണക്കാരായവരോട് പ്രതികാരം ചെയ്യാനല്ല കർത്താവ് വന്നത്. കർത്താവിന് പറയാൻ ഒന്നേ ഉള്ളൂ: സമാധാനം നിങ്ങളോടുകൂടെ. പ്രിയപ്പെട്ടവരെ, തിന്മയ്ക്ക് കാരണക്കാരായ സർവർക്കും സമാധാനം ആശംസിക്കുമ്പോഴാണ് ഉത്ഥാനത്തിൻ്റെ വിജയത്തിൽ നമ്മളും പങ്കുകാരാവുക. നമ്മളെ തകർക്കാൻ, നശിപ്പിക്കാൻ
പരിശ്രമിക്കുന്ന ഒട്ടനവധി വ്യക്തികളും പ്രസ്ഥാനങ്ങളും ശക്തികളും ശത്രുക്കളും ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. സഭയുടെ ചരിത്രം പരിശോധിച്ചു നോക്കുക. മതമർദ്ദനത്തിന്റെ കിരാതമായ നാൾവഴികള്, ക്രിസ്ത്യാനികളെ മുച്ചൂടും തച്ചുടയ്ക്കാൻ വ്യഗ്രതപ്പെട്ട സാമ്രാജ്യ ശക്തികള്, പ്രത്യയശാസ്ത്രങ്ങള്, അവയുടെ എല്ലാം മുമ്പിൽ സഭ എങ്ങനെ അജയ്യയായി നിലകൊണ്ടു എന്ന് ചോദിച്ചാല് വാളെടുത്തിട്ടല്ല, മറിച്ച് കർത്താവിൻ്റെ ഈ വഴിയെ നടന്നപ്പോഴാണ്. എന്നാണോ സഭ വാളെടുത്ത് പ്രതിരോധിക്കാൻ ശ്രമിച്ചത്, അത് കുരിശുയുദ്ധങ്ങളുടെ പരാജയ പാതകളാണ്. എന്നാൽ എന്നെല്ലാം സഭ ക്ഷമയോടെ ക്രൂശിതന്റെ വഴിയെ നടന്നോ, അന്നെല്ലാം സഭ വിജയത്തിലെത്തി എന്നുള്ളത് സത്യമാണ്. ഈ ക്രിസ്തുമാർഗത്തെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുന്ന ശക്തികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും. ഇത് മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ ഇന്ന് ക്രിസ്ത്യാനികളെ ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടങ്ങളുണ്ട്, ശക്തികളുണ്ട്. അനേകം മിഷണറിമാര് ഇന്ന് ഈ പെസഹ തിരുനാളിലും ദുഃഖവെള്ളിയിലും ഈസ്റ്റർ ഞായറിലും പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ജയിലഴികൾക്ക് പിന്നിൽ കഴിയുന്ന ഗതികേടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നാം നിരാശപ്പെടേണ്ടതില്ല, തകർന്നു പോകേണ്ടതില്ല. കാരണം അവസാനത്തെ കരുനീക്കാൻ കർത്താവ് വരും എന്നുള്ള പ്രത്യാശയുടെ സന്ദേശം നമുക്ക് പകർന്നു തരുന്നുണ്ട്. വിവിധങ്ങളായ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് സേവനം ചെയ്യാനുള്ള വിവിധ മാർഗങ്ങൾ അടച്ചു കളയാൻ, ഈ വിദേശത്തെ സഹോദരങ്ങളുടെ സഹായം വഴി നാം പടുത്തുയർത്തിയതൊക്കെയും പിടിച്ചെടുക്കുവാൻ വേണ്ടി നിയമനിർമ്മാണത്തിന്റെ വലിയ കേളികൊട്ടുയരുമ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല. കാരണം അവസാനം വിജയിക്കുന്ന ദൈവമാണ്, അവസാനത്തെ കരുനീക്കുന്നത് ദൈവമാണ് എന്ന പ്രത്യാശയുടെ സന്ദേശം ഈ ഈസ്റ്റർ നാളിൽ നമ്മുടെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകട്ടെ. കർത്താവ് ആശംസിക്കുന്ന സമാധാനം തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനും തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച പീലാത്തോസിനും തനിക്കെതിരായി കരുനീക്കങ്ങൾ നടത്തിയ കയ്യാഫാസിനും കൂടിയായിരുന്നു എന്ന സത്യം നമ്മൾ വിസ്മരിക്കരുത്. തിരുസഭയ്ക്ക് ലോകത്തോട് തങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പറയാനുള്ള സന്ദേശം ഇത് മാത്രമേ ഉള്ളൂ: സമാധാനം നിങ്ങളോടുകൂടെ. പ്രിയപ്പെട്ടവരെ, അക്രമത്തിന്റെ വഴി തെരഞ്ഞെടുത്ത് കയ്യൂക്കുകൊണ്ട് കാര്യം നടത്താമെന്ന് വിചാരിക്കുന്നവർ ഇന്ന് ലോകത്തെ ഭരിക്കുകയാണ്. കർത്താവ് നടന്നു നീങ്ങിയ, അവിടുന്ന് കുരിശിലേറിയ, അവിടുന്ന് വിജയം വരിച്ച കല്ലറ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ നാട് ഉൾപ്പെടുന്ന പശ്ചിമേഷ്യ ഇന്ന് വലിയ അശാന്തിയിലാണ്. എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണ് തങ്ങളുടെ മിസൈൽ പവർ കൊണ്ട്, ആണവായുധ ശക്തി കൊണ്ട്, തങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ കരുത്തുകൊണ്ട് ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരാമെന്ന്. പക്ഷെ ഉദ്ധിതൻ പറയുന്നു, അല്ലയോ സാമ്രാജ്യ ശക്തികളെ, നിങ്ങൾക്ക് തെറ്റി. ആർക്കും യുദ്ധം കൊണ്ട് വിജയിക്കാനാവില്ല. ആർക്കും അക്രമം കൊണ്ട് ഈ ലോകത്തെ പരാജയപ്പെടുത്താനോ ശക്തി തെളിയിക്കാനോ കഴിയില്ല. യഥാർത്ഥ ശക്തി എന്നത് എല്ലാ മുറിവുകളും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി ആ മുറിവുകളെ കൃപയുടെ ഉറവിടങ്ങളാക്കി മാറ്റുന്ന, സമാധാനത്തിന്റെ ഉറവിടമായി സ്വന്തം മുറിവുകളെ മാറ്റുന്ന കർത്താവിൻ്റെ തൃക്കരങ്ങളെ ധ്യാനിക്കാതെ ഈ ലോകത്തിന് സമാധാനമുണ്ടാവില്ല എന്നുള്ള ശക്തി പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയാം. ഉത്ഥാനം പകർന്നു തരുന്ന ഈ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നമുക്കെല്ലാവർക്കും ഹൃദയത്തിൽ സ്വീകരിക്കാം. ഉത്ഥിതനായ മിശിഹ തൻ്റെ തൃക്കരങ്ങൾ ഉയർത്തി, മുറിവാർന്ന കരങ്ങൾ കൊണ്ട് അവിടുന്ന് ലോകത്തിന് ആശംസിക്കുന്ന സമാധാനം ലോകത്തിന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ്. അവിടുത്തെ ആശീർവാദം വഴി പശ്ചിമേഷ്യയിലും അശാന്തിയുടെ കാർമേഘങ്ങൾ ഉയരുന്ന ലോകത്തിൻ്റെ
എല്ലാ കോണുകളിലും സമാധാനത്തിൻ്റെ പുതിയ പ്രഭാതം പുലരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമാധാനം തന്ന് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.